ഹലോ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു മാത്സ് മാജിക്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്വാഡ്രിലാറ്ററൽസ് എന്ന ചാപ്റ്ററാണ്. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 9th ക്വസ്റ്റ്യനാണ്. എക്സർസൈസ് 8.1 9th ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. ഇൻ എ പാരലോഗ്രാം ABCD, 2 points P and Q are taken on diagonal BD such that DP equal to BQ. Show that triangle APD congruent to triangle CQB, AP equal to CQ, triangle AQB congruent to triangle CPD, AQ equal to CP, APCQ is a parallelogram. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, എന്നിട്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ ഫിഗറിൽ നോക്കിയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ആ ഫിഗർ ഒന്ന് വരക്കാം. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരുന്നത്? ഇൻ എ പാരലോഗ്രാം ABCD ഈസ് എ പാരലോഗ്രാം. 2 points P and Q, P എന്ന് പറയുന്ന ഒരു പോയിന്റും Q വേറൊരു പോയിന്റ് ആർ ടേക്കൺ ഓൺ ഡയഗണൽ BD. ഈ BD എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയഗണലാണ്. ഈ ഡയഗണലിലെ 2 പോയിന്റ്സ് ആണ് പിയും ക്യൂ. സച്ച് ദാറ്റ് DP ഈക്വൽ ടു BQ, അതായത് DP എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ്, ഈക്വൽ ടു BQ. അത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ DP ഈക്വൽ ടു BQ. ഷോ ദാറ്റ് ട്രയാങ്കിൾ APD എന്ന് പറയുമ്പോൾ ഏത് ട്രയാങ്കിളാണിത്? ഈ ട്രയാങ്കിളാണ് APD. ട്രയാങ്കിൾ APD കോൺഗ്രുവൻ ടു ട്രയാങ്കിൾ CQB. ഈ 2 ട്രയാങ്കിൾസും CQB എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും APD എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് തന്നിരിക്കുന്നത് DP ഈക്വൽ ടു BQ എന്ന് തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ഇത് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് വേറെ 2 കാര്യങ്ങളും കൂടി നമുക്ക് ഇതിൽ നിന്നും പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ABCD ഒരു പാരലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ABCD പാരലോഗ്രാം ആണെങ്കിൽ BC പാരലൽ AD ആയിരിക്കും അല്ലേ? BCയും ADയും പാരലൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ BD എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ട്രാൻസ്വേഴ്സലായിരിക്കും. നമ്മളിവിടെ റഫായിട്ടൊന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ഈ 2 പാരലൽ സൈഡും ഈ ട്രാൻസ്വേഴ്സിൽ മാത്രം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും കണ്ടോ? AD BC അതിൻ്റെ ഒരു ട്രാൻസ്വേഴ്സിലാണ് BD. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ADB എന്ന് പറയുന്ന ഈ ആംഗിൾ ADB ഈക്വൽ ടു CBD ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ 2 പോയിന്റ്സ് ഉണ്ട്, പിയും ക്യൂവും ഉണ്ട്. അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തേക്കാം, PQ. അപ്പോൾ നമുക്ക് എന്താ പറയാം? ADP ഈക്വൽ ടു CBQ. അതിൻ്റെ റീസൺ എന്താണ്? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലേ? 2 പാരലൽ ലൈനിന് ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന 2 ആംഗിൾസ് ആണിത്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ APDയുടെയും ട്രയാങ്കിൾ BQCയുടെയും 2 ആംഗിൾസ് ഈക്വൽ ആണെന്ന് കിട്ടി. അതായത് ആംഗിൾ ADPയും ആംഗിൾ CBQവും ഈക്വൽ ആണ്, കാരണം ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. അതാണ് ഇവിടെ എഴുതിയത്. പിന്നെ ഈ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ AD ഈക്വൽ ടു BC ആണ്, കാരണം ഇത് പാരലോഗ്രാം ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. അപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് അത് എഴുതാം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത്, അതായത് BQ ഈക്വൽ ടു DP അല്ലെങ്കിൽ DP ഈക്വൽ ടു BQ, അത് ഗിവൺ എന്ന് ബ്രാക്കറ്റിൽ എഴുതാം. അപ്പോൾ ഏതൊക്കെ കിട്ടിയത്? ഒന്നാമത്തത് ഈ ആംഗിൾസ്, അതായത് ADPയും CBQവും ഈ 2 ആംഗിൾസും ഈക്വൽ ആണെന്ന് കിട്ടി. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്, കാരണം AD പാരലൽ BC ആണ്. പിന്നെ BC ഈക്വൽ ടു AD ആണ്, കാരണം ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം. പിന്നെ DP ഈക്വൽ ടു BQ ആണ്, അത് നമുക്ക് ഗിവൺ ആണ്. അപ്പോൾ ഏതൊക്കെയാണ്, ഏത് ക്രൈറ്റീരിയയാണ് യൂസ് ചെയ്യുന്നത്? SAS അല്ലേ? ഇത് സൈഡ് ആംഗിൾ സൈഡ്. അപ്പോൾ ഈ SAS ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് പറയാം ട്രയാങ്കിൾ APD കോൺഗ്രുവൻ ടു ട്രയാങ്കിൾ CQB. അതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്തത് അത് എഴുതാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ട്രയാങ്കിൾ APD കോൺഗ്രുവൻ ട്രയാങ്കിൾ CQB. അപ്പോൾ അത് SAS കോൺഗ്രുവൻസി ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. രണ്ടാമത് ചോദിച്ചത് AP ഈക്വൽ ടു CQ എന്നാണ്. AP ഈക്വൽ ടു CQ എന്ന് പറയുമ്പോൾ ഈ APD കോൺഗ്രുവൻ ടു CQB ആണെങ്കിൽ AP ഈക്വൽ ടു CQ ആയിരിക്കും.
അല്ലേ? ഈ ഫിഗറിൽ എ പി എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡാണ്. ഇത് ക്യു സി എന്ന് പറയുന്നത് ഈ സൈഡാണ്. അതായത് സി പി സി ടി ആയിട്ട് നമുക്ക് എഴുതാം, കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് എ കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അങ്ങനെ എഴുതാൻ പറ്റും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ട്രയാങ്കിൾ എ ക്യു ബി കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾ സി പി ഡി. എ ക്യു ബി എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിളാണ് എ ക്യു ബി കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾ സി പി ഡി. ഈ രണ്ട് ട്രയാങ്കിൾ ആദ്യം നമ്മൾ പ്രൂവ് ചെയ്തത് ഇതും ഇതുമായിരുന്നു. ഇപ്പോൾ ഇനി ഇതും കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനും ഇങ്ങനെ തന്നെ ചെയ്യാം. അതായത് ബി ക്യൂവും ഡി പിയും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ്. അതുപോലെ ഈ സൈഡ് എ ബി ഈക്വൽ ടു സി ഡി ആണ്, പാരലോഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. പിന്നെ ഈ ആംഗിളും ഈ ഉള്ളിൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അത് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആയിരിക്കും. കാരണം എ ബിയും സി ഡിയും പാരൽ ആയതുകൊണ്ട് ബി ഡി ട്രാൻസ്വേഴ്സലാണ്. അപ്പോൾ ഇതും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏതൊക്കെ കിട്ടി? സൈഡ്, ആംഗിൾ, സൈഡ്. അപ്പോൾ എസ് ക്രൈറ്റീരിയ വെച്ചിട്ട് ട്രയാങ്കിൾ എ ക്യു ബി കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ സി പി ഡി എന്ന് എഴുതാം. അപ്പോൾ സ്റ്റെപ്സൊക്കെ ഒന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സുകൾ ഇങ്ങനെ എഴുതണേ. ഇൻ ട്രയാങ്കിൾ എ ക്യു ബി ആൻഡ് ട്രയാങ്കിൾ സി പി ഡി, എ ബി ഈക്വൽ ടു ഡി സി, ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം. പിന്നെ ബി ക്യു ഈക്വൽ ടു ഡി പി ഗിവൺ. Triangle ABQ equal to angle CDP, alternate interior angles. Therefore, triangle AQB congruent to triangle CPD. SAS criteria. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എ ക്യു ഈക്വൽ ടു സി പി എന്നായിരുന്നു. അപ്പോൾ ഈ ട്രയാങ്കിൾ എ ക്യു ബി കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾ സി പി ഡി എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ എ ക്യു എന്ന് പറയുന്ന ഈ സൈഡും സി പി എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആയിരിക്കും, അല്ലേ? അപ്പോൾ അതിന് നമുക്ക് സി പി സി ടി എന്ന് എഴുതാം. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അത് എ പി സി ക്യു ഈസ് എ പാരലോഗ്രാം. ഇതിലിപ്പോൾ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണ് പ്രൂവ് ചെയ്തത്. അതായത് എ ബി ക്യു കോൺഗ്രുവൻറ്റ് ടു സി ഡി പി ചെയ്തു, എ പി ഡി കോൺഗ്രുവൻറ്റ് ടു സി ക്യു ബി ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ സി ക്യുവും എ പിയും ഈക്വലാണ്, എ ക്യുവും സി പിയും ഈക്വലാണ്. അപ്പോൾ എ ക്യു ഈക്വൽ ടു സി പി ആൻഡ് QC equal to AP. അപ്പോൾ opposite sides are equal. Therefore, APCQ is a parallelogram. അതായത് ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതൊരു പാരലോഗ്രാം ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും അതുകൂടാതെ ഇത് രണ്ടും, ഈ 4 ട്രയാങ്കിളും നമ്മൾ കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. അതുകൊണ്ട് ഈ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് APCQ is a parallelogram എന്ന് പറയാം. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സും, അതായത് എ ക്യു ഈക്വൽ ടു സി പി ആണ്, എ പി ഈക്വൽ ടു സി ക്യുമാണ്. അങ്ങനെ വന്നതുകൊണ്ടാണ് നമ്മൾ എ പി സി ക്യു ഈസ് എ പാരലോഗ്രാം എന്ന് എഴുതുന്നത്. അപ്പോൾ അതാണ് റീസൺ. സിൻസ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, എ പി സി ക്യു ഈസ് എ പാരലോഗ്രാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ 5 ക്വസ്റ്റ്യൻസും ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 10th ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക. എ ബി സി ഡി ഈസ് എ പാരലോഗ്രാം ആൻഡ് എ പി ആൻഡ് സി ക്യു ആർ പെർപെൻഡിക്കുലേഴ്സ് ഫ്രം വെർട്ടിസസ് എ ആൻഡ് സി ഓൺ ഡയഗണൽ ബി ഡി. ഷോ ദാറ്റ് ട്രയാങ്കിൾ എ പി ബി കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ സി ക്യു ഡി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എ പി ഈക്വൽ ടു സി ക്യു. അപ്പോൾ ആദ്യം തന്നെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കുക. എ ബി സി ഡി ഈസ് എ പാരലോഗ്രാം. എ ബി സി ഡി ഈസ് എ പാരലോഗ്രാം ആൻഡ് എ പി ആൻഡ് സി ക്യു ആർ പെർപെൻഡിക്കുലേഴ്സ്. ഈ എ പി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്, ഈ 90 ഡിഗ്രിയാണ് ഇവിടെ. അതുപോലെ സി ക്യുവും 90 ഡിഗ്രിയാണ്. ഫ്രം വെർട്ടിസസ് എ ആൻഡ് സി, എയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ, ഇത് സിയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ, ഓൺ ഡയഗണൽ ബി ഡി, ഡയഗണൽ ബി ഡിയിലേക്കുള്ളത്. ഷോ ദാറ്റ് ട്രയാങ്കിൾ എ പി ബി. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എ പി ബി കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ സി ക്യു ഡി, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ പാരലോഗ്രത്തിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ നമുക്ക് ഈ രണ്ട് എ പി ബി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ എ ബി ഇതിൻ്റെ ഒരു സൈഡാണ്, പാരലോഗ്രത്തിൻ്റെ സൈഡാണ്. അതുപോലെ സി ക്യു ഡി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ സി ഡി അതിൻ്റെ ഒരു ഈ പാരലോഗ്രത്തിൻ്റെ സൈഡാണ്. അതായത് എ ബിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് സി ഡി. അപ്പോൾ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഈക്വൽ ആണെന്ന് കിട്ടി, അല്ലേ? പിന്നെ അതിൻ്റെ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഇത് 90 ഡിഗ്രിയാണ്. അതുപോലെ ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ ഇപ്പുറത്തും 90 ഡിഗ്രി ആയിരിക്കും, അല്ലേ?
കാരണം ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രിയാണ്. ഉണ്ടല്ലേ, ഇത് ലീനിയർ പെയേഴ്സാണ്. ഈ രണ്ട് ആംഗിളും ലീനിയർ പെയേഴ്സാണ്. അപ്പോൾ ഇത് 90 ആണെങ്കിൽ ഇപ്പുറത്തും 90 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു CQD എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ 90 ആണെന്ന് കിട്ടി. അതുപോലെ APB എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിളും 90 ഡിഗ്രിയാണ്. അപ്പോൾ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ ഒരു സൈഡ് ഈക്വൽ ആണെന്ന് കിട്ടി, ഒരു ആംഗിളും ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഏതാണ് ഈക്വൽ ആയിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഈ CDയും ABയും പാരലലാണ്, BD ഇതിൻ്റെ ഡയഗണലാണ് അല്ലേ. അപ്പോൾ രണ്ട് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്വേഴ്സലാണിത്. അങ്ങനെ വരുമ്പോൾ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ വരുന്നുണ്ട്, ഇവിടെയും ഒരു ആംഗിൾ ഉണ്ട്. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും, കാരണം ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ആംഗിൾ CDB ആൻഡ് ആംഗിൾ ABP. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആയതുകൊണ്ട് അത് രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് ഈക്വലാണ്, ഈ സൈഡും ഈ സൈഡും ഈക്വലാണ്, ഈ ആംഗിളും ഈക്വലാണ്, അതുപോലെ ഈ ആംഗിളും ഈക്വലാണ്. അപ്പോൾ ഏതൊക്കെയാണ് സൈഡ് അല്ലെങ്കിൽ ആംഗിൾ സൈഡ് അങ്ങനെ കിട്ടി. അതുപോലെ ഇവിടെ നോക്കിയാലും ആംഗിൾ സൈഡ്, അതായത് AAS ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ ആ സ്റ്റെപ്പുകളാണ് ഇനി എഴുതാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ എഴുതാം. ഇൻ ട്രയാങ്കിൾ APB ആൻഡ് CQD, AB equal to CD, opposite sides of a parallelogram. Next, angle APB equal to angle CQD equal to 90 degree given. അതാണ് അടുത്ത സ്റ്റെപ്പ് എഴുതേണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആംഗിൾ ABP equal to angle CDQ, alternate interior angles. അപ്പോൾ നമുക്കൊരു സൈഡും രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ അത് എഴുതാം. Therefore, triangle APB congruent to triangle CQD, AAS criteria. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ AP ഈക്വൽ ടു CQ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. AP ഈക്വൽ ടു CQ. അപ്പോൾ ഇവിടെ AP എന്ന് പറഞ്ഞാൽ ഈ APB എന്ന് പറയുന്ന ട്രയാങ്കിളുടെ ഒരു സൈഡാണ്. അതുപോലെ CQ ഈ CQD എന്ന് പറയുന്ന ട്രയാങ്കിളുടെ ഒരു സൈഡാണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആയതുകൊണ്ട് നമുക്ക് പറയാം AP ഈക്വൽ ടു CQ. അതിൻ്റെ റീസണായിട്ട് CPCT, അതായത് കോൺഗ്രുവൻ്റ് പാർട്സ് ഓഫ് കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ്. അപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് വെറുതെ ഇങ്ങനെ എഴുതിയാൽ മതി, CPCT എന്ന് മാത്രം എഴുതിയാൽ മതി. കാരണം ഇതിൽ നിന്ന് തന്നെയാണ് ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ട്രയാങ്കിൾ APB കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ CQD, therefore AP equal to CQ CPCT അങ്ങനെ എഴുതാം. അപ്പോൾ ഈ രണ്ട് കണക്കുകളും ഞാൻ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതാണ്. പിന്നെ പല ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് കമൻസ് വന്നിട്ടുണ്ട്, ഞാൻ അതെല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.